ഹരേ കൃഷ്ണ. ജയ് ജഗന്നാഥ്. ജഗന്നാഥൻ്റെ പുരി ധാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭഗവത്ഗീതയുടെ 5-ാം അധ്യായം പാരായണം ചെയ്താൽ ലഭിക്കുന്ന പുണ്യം എന്താണ്, അതിൻ്റെ ഫലശ്രുതി എന്താണ് എന്ന് നമുക്ക് ഒരു കഥയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഒരു ശ്രീരാമസ്തുതി കേട്ടാലോ. പിബരേ രാമ രസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം ജനന മരണ ഭയ ശോകവിദൂരം ജനന മരണ ഭയ ശോകവിദൂരം സകലശാസ്ത്ര നിഗമാഗമസാരം പിബരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ. കാലങ്ങൾക്ക് മുൻപ് പിങ്കള എന്ന ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു. ബാല്യകാലത്ത് വേദങ്ങൾ പഠിക്കാനും ധർമാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ട വിധം പാലിക്കാനുമുള്ള ശിക്ഷണങ്ങൾ ലഭിച്ചുവെങ്കിലും അദ്ദേഹത്തിന് അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല. പിന്നെയോ അദ്ദേഹത്തിന് താല്പര്യം സംഗീതത്തിലും നൃത്തത്തിലും സംഗീത ഉപകരണങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ പരിശീലനത്തിലൂടെ അദ്ദേഹം വിദഗ്ധനായ ഒരു നർത്തകനും സംഗീതജ്ഞനുമായിട്ട് മാറുകയാണ്. അതുവഴി രാജാവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്യുന്നു. രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ് അവിടെ താമസിക്കുവാനായി. അങ്ങനെ പിങ്കള കൊട്ടാരത്തിൽ താമസം ആരംഭിച്ചു. കൊട്ടാരമല്ലേ, അവിടെ വിവിധങ്ങളായിട്ടുള്ള ആസ്വാദനങ്ങളൊക്കെ ലഭ്യമായിരുന്നു. വൈകാതെ പിങ്കള അധപ്പതിച്ചൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. മദ്യപാനവും മാംസാഹാരം കഴിക്കുക, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, താൻ രാജാവിൻ്റെ വേണ്ടപ്പെട്ട ആളാണെന്നുള്ള അഹങ്കാരത്തിൽ മറ്റുള്ളവരോടൊക്കെ നിയന്ത്രണമില്ലാതെ വിമർശിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഈ വിധത്തിൽ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ പാപകർമ്മങ്ങളൊക്കെ. ഈ പിങ്കളൻ്റെ ഭാര്യ അരുണയും ഒട്ടും തന്നെ ഭേദമല്ലായിരുന്നു. എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അരുണയും. ഒരിക്കൽ പിങ്കള അറിയുകയാണ് അരുണയുടെ രഹസ്യ ജീവിതത്തെ പറ്റിയിട്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ അരുണ ഉറങ്ങിക്കിടക്കുന്ന പിങ്കളയുടെ തല അറുത്തു മാറ്റുകയാണ്. അങ്ങനെ അവൾ കൂടുതൽ പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുകയും അവസാനം അസുഖബാധിതയായിട്ട് അവളും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പാപകർമ്മങ്ങൾ കാരണം ഇരുവരും നരകത്തിലെ കുറേ കാലം യാതനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. പിന്നീട് പിങ്കള ഒരു കഴുകനായിട്ടും അരുണ ഒരു പെൺ തത്തയായിട്ടും പിറക്കുകയാണ്. അങ്ങനെ ഇര തേടി നടക്കുന്നതിനിടയിൽ ഒരു മരച്ചില്ലയിലിരിക്കുന്ന അരുണയെ കാണുകയാണ്, അരുണ എന്ന തത്തയെ. അപ്പോൾ തൻ്റെ പൂർവ്വജന്മ സ്മൃതി ലഭിക്കുകയാണ് കഴുകന്. അങ്ങനെ കഴുകൻ ഈ തത്തയെ ദേഷ്യത്തോടു കൂടിയിട്ട് തൻ്റെ കൊക്ക് കൊണ്ടും നഖത്താലും ഒക്കെ ഇതിനെ കൊത്തി വീഴ്ത്തുകയാണ്. അങ്ങനെ അവളുടെ തല, ഈ തത്തയുടെ, അരുണ എന്ന ഈ തത്തയുടെ തല അറ്റി വീഴുന്നത് ഒരു മനുഷ്യൻ്റെ തലയോട്ടിയിലാണ് വന്ന് വീഴുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ഒരു വേടൻ ഈ കഴുകനെയും അമ്പ് ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഴുകനും വന്ന് വീഴുന്നത് അതേ മനുഷ്യൻ്റെ തലയോട്ടിയിലാണ്. അങ്ങനെ യമരാജൻ തൻ്റെ കിങ്കരന്മാരെ വിളിച്ച് വേഗം തന്നെ അരുണയെയും പിങ്കളനെയും തൻ്റെ സമക്ഷം ഹാജരാക്കുവാനായിട്ട് ആജ്ഞാപിച്ചു. അങ്ങനെ ഇരുവരും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ 2 പേരും
വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ യോഗ്യരായിരിക്കുന്നു. അപ്പോൾ പിങ്കളയ്ക്ക് അത്ഭുതമാവും, അതിന് ഞാൻ ഒരു സൽപ്രവൃത്തിയും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ വൈകുണ്ഠത്തിൽ പോകാൻ യോഗ്യത നേടിയത്? അപ്പോൾ യമരാജൻ പറയും, ഒരു ശുദ്ധ ഭക്തൻ ഗംഗാതീരത്ത് വസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നാമധേയം വടൻ എന്നായിരുന്നു. തൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം ഈ ഭഗവത്ഗീതയിലെ 5-ാം അധ്യായം നിത്യേനെ പാരായണം ചെയ്ത് പരിപൂർണതയിലെത്തിക്കാൻ ആ സാധുവിന് സാധിച്ചു. അദ്ദേഹം ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശരീരം പരിശുദ്ധമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിലാണ് സ്പർശിച്ചത്, അതുകൊണ്ട് നിങ്ങളും വൈകുണ്ഠത്തിൽ പോകാൻ യോഗ്യരായത്. അങ്ങനെ ഭഗവത്ഗീതയുടെ ഈ 5-ാം അധ്യായത്തിൻ്റെ ഫലശ്രുതി മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്രകാരമാണ്. അതുകൊണ്ട് എല്ലാവരും ഭഗവത്ഗീത 5-ാം അധ്യായം പാരായണം ചെയ്യുക. 5-ാം അധ്യായം മാത്രമല്ല, എല്ലാ അധ്യായവും പാരായണം ചെയ്യണം. ഓരോ അധ്യായത്തിനും ഓരോ ഫലശ്രുതിയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവത്ഗീത വായിക്കും, പഠിക്കും, അത് മനസ്സിലാക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ, ജയ് ജഗന്നാഥ്.